शेषशून्यवादी पाश्चात्यदेशतारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं शुकमुगादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयामुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवतसेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्टिकीम्। कृष्णाय वासुदेवाय देवकीनन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। हरे कृष्ण। ശ്രീമദ് ഭാഗവതം തൃതീയ സ്കന്ധം അധ്യായം 28 ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 11 മുതൽ 15 വരെ വായിക്കാം. പ്രാണായാമേർദഹേ ദോഷാൻ ധാരണാഭിശ്ച കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേനാനീശ്വരാൻ ഗുണാൻ യഥാ മനസ്സം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠാം ഭഗവതോ ധ്യായേത് ത്വനാസാഗ്രാവലോകനഃ പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോത്പലദലശ്യാമം ചങ്കചക്രാഗദാധരം ലസത്പങ്കജകിഞ്ചൽക പീതകൗശേയവാസസം ശ്രീവത്സവക്ഷസംഭ്രാജത് കൗസ്തുഭാമുക്തകന്ധരം മത്വദ്വിരേപകലയാ പരീതം വനമാലയാ പരാർദ്യഹാരവലയ കിരീടാംഗദനൂപുരം. വിവർത്തനം വായിച്ചോളൂ. हरे कृष्ण प्रभु जी। अनुत्तर माताजी वाइचोळू. हरे कृष्ण। ओम अज्ञानतिमिरान्धस्य ज्ञानाञ्जनशलाकया चक्षुरुन्मीलितं येन तस्मै श्रीगुरवे नमः। नमो विष्णुपादाय कृष्णप्रेष्ठाय भूतले श्रीमते भक्तिवेदान्त स्वामिन् इति नामिने। नमस्ते सारस्वते देवे गौरवाणी प्रचारिणे निर्विशेष शून्यवादी पाश्चात्य देशतारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुखमुखादमृतद्रवसंयुतं पिबत भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्य नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवति उत्तमश्लोके भक्तिर्भवति नैष्टिकी। कृष्णाय वासुदेवाय देवकी नन्दनाय च नन्दगोपकुमाराय गोविन्दाय नमो नमः। श्रीमद्भागवतम्
സ്കന്ധം 3 അധ്യായം 28 ഭക്തിയുത സേവന നിർവഹണത്തിൽ കപിലന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 11. പ്രാണായാമ ദഹേ ദോഷാൻ ധാരണാഭിശ്ച കിൽബിഷാൻ പ്രത്യാഹാരേണ സംസർഗാൻ ധ്യാനേനാനീശ്വരാൻ ഗുണാൻ. വിവർത്തനം. പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ ശാരീരികമായ ദോഷങ്ങൾ നിർമ്മാർജ്ജനം ചെയ്യുവാനും മനസ്സിനെ ഏകാഗ്രമാക്കുന്നതിലൂടെ പാപപ്രവൃത്തികളിൽ നിന്ന് വിട്ടുനിൽക്കുവാനും ഒരുവന് കഴിയും. ഇന്ദ്രിയങ്ങളെ പിടിച്ചടക്കുന്നതിലൂടെ അവന് സ്വയം ഭൗതിക സഹവാസത്തിൽ നിന്ന് സ്വതന്ത്രനാകാനും പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ധ്യാനിക്കുന്നതിലൂടെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ ആകർഷണങ്ങളിൽ നിന്ന് മോചിതനാകാനും കഴിയും. ശ്ലോകം 12. യഥാ മനസ്വം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠാം ഭഗവതോ ധ്യായേത് സ്വനാസാഗ്രാവലോകനഃ. വിവർത്തനം. ഈ യോഗ പരിശീലനത്താൽ ഒരുവന്റെ മനസ്സ് പരിപൂർണമായി പരിശുദ്ധമാകുമ്പോൾ അവൻ തന്റെ പാതി തുറന്ന ദൃഷ്ടികൾ സ്വന്തം നാസികാഗ്രത്തിൽ ഏകാഗ്രമാക്കി പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാനെ ദർശിക്കണം. ശ്ലോകം 13. പ്രസന്നവദനാം ഭോജം പത്മഗർഭാരുണേക്ഷണം നീലോത്പലദളശ്യാമം ശംഖചക്രഗദാധരം. വിവർത്തനം. പരമദിവ്യോത്തമ പുരുഷനായ ഭഗവാന് നീലത്താമര ഇതളുകൾക്ക് സമാനമായ ഇരുണ്ട ശരീരവും താമരയുടെ ഉൾഭാഗം പോലെ അരുണാഭമായ നയനങ്ങളോട് കൂടിയതും താമരയ്ക്ക് തുല്യവുമായ പ്രസാദാത്മകമായ മുഖമുണ്ട്. അദ്ദേഹം തന്റെ 3 കരങ്ങളിലായി ശംഖചക്രം ഗദ ഇവ ധരിച്ചിരിക്കും. ശ്ലോകം 14. ലസത് പങ്കജ കിഞ്ചൽക പീതകൗശേയവാസസം ശ്രീവത്സവക്ഷം ഭ്രാജത് കൗസ്തുഭാമുക്തകണ്ഠരം. വിവർത്തനം. അദ്ദേഹത്തിന്റെ കടിപ്രദേശം താമരനാര് പോലെ സുതാര്യമായ തിളങ്ങുന്ന മഞ്ഞപ്പട്ടു വസ്ത്രത്താൽ ആച്ഛാദനം ചെയ്തിരിക്കുന്നു. അദ്ദേഹം തന്റെ മാറിൽ ശ്രീവത്സമുദ്ര വെൺരോമങ്ങളുടെ ഒരു ചുരുൾ ധരിച്ചിരുന്നു. ഉജ്ജ്വല ശോഭയുള്ള കൗസ്തുഭരത്നം അദ്ദേഹത്തിന്റെ കണ്ടത്തിൽ നിന്ന് തൂങ്ങിക്കിടന്നിരുന്നു. ശ്ലോകം 15. മത്വദ്വിരേഭ കലയാ പരീതം വനമാലയാ പരാർദ്യഹാരവലയ കിരീടാംഗത നൂപുരം. വിവർത്തനം. ആകർഷകങ്ങളായ വനപുഷ്പങ്ങളാൽ ഒരുക്കിയ മനോഹരമായൊരു ഹാരവും അദ്ദേഹം ധരിച്ചിരുന്നു. അതിന്റെ ഉന്മത്ത ഗന്ധത്താൽ ലഹരി പിടിച്ച തേനീച്ചകൾ അതിനു ചുറ്റും മൂളിപ്പാടി പറന്നുകൊണ്ടിരുന്നു. അതുകൂടാതെ അദ്ദേഹം മുത്തുകൊണ്ടുള്ള ഒരു കണ്ഠാഭരണവും കിരീടവും ജോഡിക്കണക്കിന് കരവളകളും കാപ്പുകളും ചിലങ്കകളും അണിഞ്ഞിരുന്നു. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. താങ്ക് യു അനന്തരം മാതാജി. ഹരേ കൃഷ്ണ. ഇപ്പോൾ ഭഗവാനോട് ദേവഹൂതി, അമ്മ ദേവഹൂതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ അധ്യായത്തിൽ നമ്മൾ വായിച്ചു, ഒരു ജീവാത്മാവിന് ഭൗതിക പ്രകൃതിയിൽ കുടുങ്ങിപ്പോയിട്ടുള്ള നിസ്സഹായനായിട്ടുള്ള ഒരു ജീവാത്മാവിന് ശക്തമായിട്ടുള്ള ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്ന് എങ്ങനെയാണ് മുക്തി നേടുന്നത്, എങ്ങനെയാണ് മുക്തി നേടാൻ സാധിക്കുന്നത് എന്നുള്ള കാര്യം ദേവഹൂതി ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഭഗവാൻ അതിന് നിർദ്ദേശിച്ചിട്ടുള്ള മാർഗം തീവ്രമായിട്ടുള്ള ഭക്തിയോഗമാണ്, തീവ്രേണ ഭക്തിയോഗ. പക്ഷെ എല്ലാവർക്കും പെട്ടെന്ന് ആ തീവ്രമായിട്ടുള്ള ഭക്തിയോഗത്തിൽ എത്തിച്ചേരാൻ സാധിക്കുകയില്ല. അതിന് ഒരുപാട് ജന്മത്തിലൂടെയുള്ള ശുദ്ധീകരണ പ്രക്രിയ ആവശ്യമാണ്. മനസ്സിലുള്ള ദോഷങ്ങൾ മാറിക്കിട്ടിയാൽ മാത്രമേ ഒരു ജീവാത്മാവിന് ശുദ്ധമായിട്ടുള്ള ഭക്തിയോഗത്തിലേക്ക് പ്രവേശിക്കാൻ സാധിക്കൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും, ശാരീരിക ബോധത്തിലുള്ളവർക്കും ഭക്തിയിലേക്ക് പ്രവേശിക്കാൻ സഹായിക്കുന്ന ഒരു മാർഗം, ഭക്തിയോഗത്തിലേക്ക് ഒരു വ്യക്തിയെ അടുപ്പിക്കുന്ന ഒരു മാർഗം ധ്യാനയോഗം, ഭക്തിമിശ്രമായിട്ടുള്ള ധ്യാനം ഇവിടെ ഭഗവാൻ നിർദ്ദേശിക്കുന്നു. അതിൽ ആദ്യം യമനിയമങ്ങൾ, വ്യത്യസ്തമായിട്ടുള്ള യമനിയമങ്ങൾ ഭഗവാൻ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് നമ്മൾ അനുസരിക്കേണ്ട കാര്യങ്ങൾ,
യമനിയമങ്ങൾ, ആസനം, എവിടെയാണ് ഇരിക്കേണ്ടത്, എങ്ങനെയാണ് ഇരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞു. പ്രാണായാമം, കുംഭകം, രേചകം തുടങ്ങിയ പ്രക്രിയയിലൂടെ എങ്ങനെ പ്രാണനെ നിയന്ത്രിക്കാം, പ്രാണായാമം, പ്രത്യാഹാരം, ഇന്ദ്രിയ നിയന്ത്രണം, പിന്നീട് ധാരണ, സമാധി, ഇങ്ങനെ 8 ഘട്ടങ്ങളുണ്ട് ധ്യാനത്തിന് എന്ന് ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ വായിച്ചത് പ്രാണായാമത്തിനെ കുറിച്ചാണ്. ആ പ്രാണായാമത്തിന്റെ ഫലത്തിനെ കുറിച്ച് ഇവിടെ ഭഗവാൻ പറയുന്നു. പ്രാണായാമം ചെയ്തു കഴിഞ്ഞാൽ ശ്വാസ വ്യായാമത്തിലൂടെ മനസ്സിനെ ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് കഴിഞ്ഞ ശ്ലോകത്തിൽ ഭഗവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. 10ാമത്തെ ശ്ലോകത്തിൽ സ്വർണത്തിനെ എങ്ങനെയാണോ വായുവിന്റെയും അഗ്നിയുടെയും സഹായം കൊണ്ട് ശുദ്ധീകരിക്കുന്നത്, അതേപോലെ നമ്മുടെ മനസ്സിനെയും ബുദ്ധിയെയും പ്രാണായാമത്തിന്റെ സഹായത്തോടുകൂടി, ശ്വാസനിയന്ത്രണത്തിന്റെ സഹായത്തോടുകൂടി ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മൾ വായിച്ചിട്ടുള്ള 11ാമത്തെ ശ്ലോകത്തിലും ആ പ്രാണായാമത്തിന്റെ ഗുണമാണ് ഭഗവാൻ പറയുന്നത്. പ്രാണായാമത്തിന്റെ മാത്രമല്ല, അഷ്ടാംഗയോഗത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ആ സ്റ്റെപ്പുകളുടെ പ്രാണായാമം, ധാരണ, പ്രത്യാഹാരം, ധ്യാനം, ഇതിന്റെയൊക്കെ ഗുണങ്ങളെക്കുറിച്ച് 11ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു. പ്രാണായാമേർ ദഹേ ദോഷാൻ ധാരണാഭിശ്ച കിൽബിഷാൻ. പ്രാണായാമം കൊണ്ട് നമ്മുടെ ശരീരത്തിലും മനസ്സിലുമുള്ള എല്ലാവിധ ദോഷങ്ങളെയും ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പറയും. ഒരുവിധം ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ പ്രാണായാമം കൊണ്ട് തന്നെ ശരിയാക്കാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. നമ്മുടെ ശരീരം ത്രിദോഷങ്ങൾ കൊണ്ടാണ് നിർമ്മിച്ചിട്ടുള്ളത് എന്ന് ആയുർവേദത്തിൽ പറയുന്നു. വാദം, പിത്തം, കഫം. ഇതിന്റെ ക്രമരാഹിത്യമാണ് അസുഖമായിട്ട് പുറത്തേക്ക് വരുന്നത്. ഇപ്പൊ പ്രാണായാമം കൊണ്ട് വാദപിത്ത കഫങ്ങളെ ക്രമീകരിക്കാൻ സാധിക്കും. അങ്ങനെ ക്രമീകരിച്ചു കഴിഞ്ഞാൽ ശരീരത്തിലുള്ള ദോഷങ്ങൾ, അസുഖങ്ങൾ ഇല്ലാതാക്കാനും സാധിക്കും. ഭഗവാൻ ഇവിടെ നിർദ്ദേശിക്കുന്നു, പ്രാണായാമേർ ദഹേ ദോഷാൻ. പ്രാണായാമം പരിശീലിക്കുന്നതിലൂടെ ശാരീരികമായിട്ടുള്ള ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. ഒരുവിധം മാനസികവും ശാരീരികമായിട്ടുള്ള അസുഖങ്ങളെയൊക്കെ പ്രാണായാമം കൊണ്ട് തന്നെ ഇല്ലാതാക്കാൻ സാധിക്കും. പ്രാണായാമേർ ദഹേ ദോഷാൻ ധാരണാഭിശ്ച കിൽബിഷാൻ. ധാരണ കൊണ്ട് മനസ്സിന്റെ ദോഷങ്ങളെ ഇല്ലാതാക്കാൻ സാധിക്കും. മാനസികമായിട്ടുള്ള പ്രശ്നങ്ങളെ ധാരണ കൊണ്ട് ഇല്ലാതാക്കാൻ സാധിക്കുമെന്ന് പറയും. പ്രത്യാഹാരേണ സംസർഗാൻ. പ്രത്യാഹാരം കൊണ്ട്, ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നത് കൊണ്ട് ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് മുക്തി നേടാൻ സാധിക്കുമെന്ന് പറയും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, പ്രത്യേകിച്ച് നമ്മുടെ നാക്ക്, നമ്മുടെ സംസാരം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ഒരുപാട് കെട്ടുപാടുകളിലേക്ക് പോകും. അനാവശ്യമായിട്ടുള്ള തർക്കങ്ങളിലേക്കും അനാവശ്യമായിട്ടുള്ള ബന്ധങ്ങളിലേക്കും ഒക്കെ നമ്മൾ പോകും. നമ്മുടെ ഇന്ദ്രിയങ്ങൾ, നാക്ക് ഒന്നും നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ, നമ്മുടെ സംസാരം നിയന്ത്രിച്ചിട്ടില്ലെങ്കിൽ. പക്ഷെ നമ്മുടെ സംസാരം നിയന്ത്രിക്കുകയാണെങ്കിൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുകയാണെങ്കിൽ അനാവശ്യമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾക്ക് മോചനം ലഭിക്കും. പ്രത്യാഹാരേണ സംസർഗാൻ. പ്രത്യാഹാരം ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്നതിനെയാണ്, ഇന്ദ്രിയങ്ങളെ വിഷയങ്ങളിൽ നിന്ന് നിയന്ത്രിക്കുന്നതിനെയാണ് പ്രത്യാഹാരം എന്ന് പറയുന്നത്. ആ പ്രത്യാഹാരം കൊണ്ട് സംസർഗദോഷം, ഭൗതികമായിട്ടുള്ള കെട്ടുപാടുകളിൽ നിന്ന് നമ്മൾക്ക് മോചനം ലഭിക്കും എന്ന് പറയും. ധ്യാനേന അനീശ്വരാൻ ഗുണാൻ. ധ്യാനം കൊണ്ട്, ഭഗവാൻ വിഷ്ണുവിനെ ധ്യാനിക്കുന്നത് കൊണ്ട് ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണങ്ങളിൽ നിന്നും മോചനം നേടാനും സാധിക്കുമെന്ന് പറയും. ഇതാണ് ദേവഹൂതിയുടെ ചോദ്യം. എങ്ങനെയാണ് ഈ ഭൗതിക പ്രകൃതിയുടെ ആകർഷണത്തിൽ നിന്ന് മോചനം നേടുന്നത്? അതിനുള്ള വഴിയാണ് ഭഗവാനെ ധ്യാനിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ രൂപം ധ്യാനിക്കുക, അല്ലെങ്കിൽ ഭഗവാന്റെ ലീലകളെ കുറിച്ച് കേൾക്കുകയും ഭഗവാന്റെ ലീലകളെ സ്മരിക്കുകയും ചെയ്യുക. നേരത്തെ തന്നെ ഭഗവാൻ അത് നിർദ്ദേശിച്ചിട്ടുണ്ടായിരുന്നു. വൈകുണ്ഠലീല ധ്യാനം. വൈകുണ്ഠലീലയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഭഗവാന്റെ കർമ്മങ്ങളെക്കുറിച്ച്, ഭഗവാന്റെ ലീലകളാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്. ഭഗവാന്റെ വ്യത്യസ്തമായിട്ടുള്ള കർമ്മങ്ങൾ, ഭഗവാന്റെ ഉപദേശം, ഭഗവാന്റെ രൂപം, അല്ലെ, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം, ഭഗവാനുമായിട്ട് ബന്ധപ്പെട്ടതെല്ലാം ആത്മീയമാണ്. ജന്മകർമ്മച്ചമേ ദിവ്യം. അങ്ങനെ ദിവ്യമായിട്ടുള്ള ഭഗവാന്റെ പരിച്ഛേദങ്ങളെ കുറിച്ച് ചിന്തിക്കുന്ന സമയത്ത് നമ്മുടെ
മനസ്സ് ഭൗതികമായിട്ടുള്ള ചിന്തയിൽ നിന്ന് ഉയർന്ന് ആത്മീയമായിട്ടുള്ള ചിന്തയിലേക്ക് വരും. പരം ദൃഷ്ട നിവർത്തത എന്ന് ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. ഉയർന്ന തലത്തിലേക്ക് ബോധം വന്നു കഴിഞ്ഞാൽ താഴ്ന്ന ബോധത്തിൽ നിന്ന് താനെ നമ്മുടെ മനസ്സ് രക്ഷപ്പെടും. ആ ഒരു ധ്യാനമാർഗമാണ് ഇവിടെ സാധാരണ വ്യക്തികൾക്ക് വേണ്ടി ഭഗവാൻ നിർദ്ദേശിക്കുന്നത്. അങ്ങനെ മനസ്സിനെയും ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിച്ചതിന് ശേഷം വേണം ഭഗവാനെ ധ്യാനിക്കാൻ എന്ന് പറയും. യമം, നിയമം, ആസനം, പ്രാണായാമം, പ്രത്യാഹാരം, ധാരണ, ധ്യാനം, സമാധി. ഇതാണ് ക്രമമായിട്ടുള്ള സ്റ്റെപ്പുകൾ. അപ്പം ആദ്യം യമനിയമങ്ങൾ പാലിക്കണം. അതിന് ശേഷം ധ്യാനത്തിന് വേണ്ടി ഇരിക്കണം. പ്രത്യാഹാരം, ഇന്ദ്രിയ നിയന്ത്രണം ഉണ്ടായിരിക്കണം. ധാരണ എന്ന് പറയുന്നത് ഭഗവാന്റെ രൂപത്തിനെ കുറിച്ചുള്ള ഒരു ചിത്രം നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. അതിനാണ് ധാരണ എന്ന് പറയുന്നത്. ഭഗവാന്റെ രൂപം എങ്ങനെയിരിക്കും, എങ്ങനെയുള്ള ഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, അതിനെക്കുറിച്ചൊരു ധാരണ നമ്മൾക്ക് ഉണ്ടായിരിക്കണം. ഇതുവരെ ഭഗവാൻ പ്രാണായാമം വരെയുള്ള കാര്യം പറഞ്ഞു. പ്രാണായാമം, പ്രത്യാഹാരം, ഇന്ദ്രിയ നിയന്ത്രണം വേണം എന്നുള്ള കാര്യം പറഞ്ഞു. ഇനി ഭഗവാൻ ധാരണയെക്കുറിച്ചാണ് പറയുന്നത്. ഏത് രൂപത്തിലുള്ള ഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത് എന്ന് നമുക്ക് ധാരണ ഉണ്ടായിരിക്കണം. ആ ധാരണയാണ് ഇനി ഭഗവാൻ പറയാൻ പോകുന്നത്. 12ാമത്തെ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നു, യഥാ മനസ്സം വിരജം യോഗേന സുസമാഹിതം കാഷ്ഠാം ഭഗവതോ ധ്യായേത് സുനാസാഗ്രാവലോകന. ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ച ഒരു വ്യക്തി യോഗാസനത്തിൽ ഇരുന്നു കൊണ്ട് കണ്ണുകൾ പകുതി അടച്ചുകൊണ്ട് നാസാഗ്രത്തിലേക്ക് നോക്കണം. അങ്ങനെ മനസ്സിനെ കേന്ദ്രീകരിച്ചാണ് ഭഗവാന്റെ രൂപത്തിനെ ധ്യാനിക്കേണ്ടത്. ഭഗവത്ഗീതയിലും ഇതേ കാര്യം ധ്യാനയോഗത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. സംപ്രേക്ഷ്യ നാസികാഗ്രം സ്വം ദിശസ്ഥാനവലോകയൻ. ഭഗവാൻ അവിടെ പറയുന്നുണ്ട്, കണ്ണുകൊണ്ട് മൂക്കിന്റെ അറ്റത്തേക്ക് നോക്കിക്കൊണ്ട് ധ്യാനത്തിൽ ഇരിക്കണം എന്ന് പറയും. ഇത് ധ്യാനയോഗത്തിന്റെ ഒരു പ്രക്രിയയാണ്. ഇവിടെ 12ാമത്തെ ശ്ലോകത്തിലും ഭഗവാൻ ആ ഒരു ധ്യാനയോഗ പ്രക്രിയയാണ് പറയുന്നത്. യഥാ മനസ്സും വിരജം യോഗേന സുസമാഹിതം. യോഗശക്തി കൊണ്ട് മനസ്സിനെ നിയന്ത്രിച്ച ഒരു യോഗി കാഷ്ഠാം ഭഗവതോധ്യായ. കാഷ്ഠാം എന്നുള്ളതിന്റെ അർത്ഥം ഭഗവാന്റെ വിസ്തരണം എന്നാണ് എന്ന് ശ്രീല പ്രഭുപാദർ ഭാവാർത്ഥത്തിൽ പറഞ്ഞു തരുന്നുണ്ട്. കാഷ്ഠാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു വിസ്തരണമാണ്. ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വിസ്തരണമാണ് പരമാത്മ രൂപത്തിലിരിക്കുന്ന ക്ഷീരോദകശായ വിഷ്ണു. ആ പരമാത്മ രൂപത്തിലിരിക്കുന്ന ചതുർഭുജ രൂപത്തിലുള്ള വിഷ്ണുവിനെയാണ് യോഗിമാർ ധ്യാനിക്കുന്നത്. യോഗിമാർ ധ്യാനിക്കേണ്ടത് മറ്റ് ഭൗതിക വിഷയങ്ങളെ ഒന്നുമല്ല. നമ്മൾ മനസ്സിനെ ഫോക്കസ് ചെയ്യേണ്ടത് മറ്റു വിഷയങ്ങളെ ചിന്തിച്ചുകൊണ്ടല്ല, ഭഗവാന്റെ രൂപത്തെ ധ്യാനിച്ചുകൊണ്ടാണ് എന്ന് ഇവിടെ ആധികാരികമായിട്ട് പറഞ്ഞിരിക്കുന്നു. കാഷ്ഠാം ഭഗവതോധ്യായ, ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്. അല്ലെ, സാധാരണ യോഗ ക്ലാസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവര് എന്തിനെയാണ് ധ്യാനിക്കാൻ പറയുന്നത്? നിങ്ങളൊരു വെളിച്ചത്തിനെ ധ്യാനിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു നിറത്തിനെ ധ്യാനിക്കും, അല്ലെങ്കിൽ സമുദ്രത്തിനെ ധ്യാനിക്കും, ഒരു പുഷ്പത്തെ ധ്യാനിക്കുക, ആകാശത്തിനെ, തെളിഞ്ഞ ആകാശത്തിനെ ധ്യാനിക്കുക എന്നൊക്കെ പറയും. പക്ഷെ അതൊക്കെ ഭൗതിക വിഷയങ്ങളാണ്. അല്ല, അതെല്ലാം ഭൗതിക വിഷയമാണ്. ഭൗതിക വിഷയത്തിനെ ധ്യാനിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ദോഷത്തിനെ കുറിച്ച് നമ്മൾ ഭഗവത്ഗീതയിൽ പഠിച്ചിട്ടുണ്ട്, അല്ലെ? ധ്യായതോ വിഷയാൻ പുംസ സംഗസ്തേഷു ഉപജായതേ സംഗാത് സഞ്ജായതേ കാമ കാമാത് ക്രോധോഭിജായതേ ക്രോധാത് ഭവതി സമ്മോഹ സമ്മോഹ സ്മൃതി വിഭ്രമ സ്മൃതി ഭ്രംശാത് ബുദ്ധിനാശ പ്രണശ്യതി. ഏത് വിഷയത്തിനെ കുറിച്ച് നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാലും നമ്മുടെ മനസ്സിൽ ഉത്കണ്ഠയാണ് യഥാർത്ഥത്തിൽ ഉണ്ടാകുന്നത്. ഉത്കണ്ഠ കൊണ്ട് പിന്നീട് കാമവും ക്രോധവും ഉണ്ടാകും. ആ കാമക്രോധം കൊണ്ട് നമ്മൾ ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്നുപോകും. സ്മൃതിഭ്രംശാത് ബുദ്ധിനാശ. ഭഗവാനുമായിട്ടുള്ള ബന്ധം മറന്ന് പിന്നീട് നമ്മൾ ജീവിക്കേണ്ടി വരും. ഭൗതിക വിഷയങ്ങളെ കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നതെങ്കിൽ. ഭൗതിക വിഷയങ്ങളെ കുറിച്ചല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. ഇവിടെ വളരെ വ്യക്തമായിട്ട്, യാതൊരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ ഭഗവാൻ വ്യക്തമായിട്ട് പറയുന്നു, കാഷ്ഠാം ഭഗവതോ ധ്യായ. ഭഗവാനെയാണ് ധ്യാനിക്കേണ്ടത്, വിഷ്ണുവിനെയാണ് ധ്യാനിക്കേണ്ടത്. അല്ല, യോഗിമാർ ധ്യാനിക്കുന്നത് വിഷ്ണുവിനെയാണ്. യോഗിബിർ ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവഭയഹരം എന്ന് നമ്മൾ കേട്ടിട്ട്. യോഗിമാർ ധ്യാനിക്കുന്നത് ഭഗവാൻ വിഷ്ണുവിനെയാണ്. പതഞ്ജല യോഗ സിദ്ധാന്ത പ്രകാരവും വിഷ്ണുവിനെയാണ് ധ്യാനിക്കേണ്ടത് എന്നാണ് പതഞ്ജലി മഹർഷിയും പറയുന്നത്.
അപ്പൊ നമ്മൾ ഇന്നത്തെ യോഗ ക്ലാസ്സുകളിലൊന്നും യഥാർത്ഥത്തിൽ പഠിക്കുന്നത് യഥാർത്ഥ യോഗയെ അല്ല ഒരു ധ്യാനത്തിന് വേണ്ടിയിട്ടാണ് നമ്മളെ വീണ്ടും പഠിപ്പിക്കുന്നത്. വിഷയത്തിനെ ധ്യാനിക്കാൻ മനസ്സിനെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ മനസ്സ് ഓൾറെഡി ഭൗതികമായിട്ടുള്ള മനസ്സാണ്, അത് വിഷയത്തിനെ തന്നെയാണ് ധ്യാനിക്കുന്നത്. ഭഗവാനെ ധ്യാനിക്കാനാണ് നമ്മൾ അഭ്യസിക്കേണ്ടത്, പ്രാക്ടീസ് ചെയ്യേണ്ടത്. ആ വിഷ്ണു ധ്യാനത്തിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. ആ വിഷ്ണു ധ്യാനത്തിനുള്ള രൂപം, വിഷ്ണുവിന്റെ രൂപത്തിനെ കുറിച്ച് നമ്മൾക്ക് ധാരണ ഉണ്ടായിരിക്കണം. ആ ധാരണ നമ്മൾക്ക് നൽകുന്നതാണ് അടുത്ത ശ്ലോകങ്ങൾ. 13 മുതൽ ഉള്ള ശ്ലോകങ്ങളിൽ ഏത് രൂപത്തിലുള്ള വിഷ്ണുവിനെ നമ്മൾ ധ്യാനിക്കണം എന്നുള്ള ഒരു ധാരണ നമ്മൾക്ക് നൽകുന്നുണ്ട്. അതിനുശേഷം ധ്യാനത്തിനെ കുറിച്ചും ഭഗവാൻ പറയുന്നുണ്ട്. ഇവിടെ 13ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, പ്രസന്നവദനാംഭോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലദലശ്യാമം ശംഖചക്ര ഗദാധരം. പ്രസന്നവദനാംഭോജം, ഭഗവാന്റെ മുഖപത്മത്തിനെ കുറിച്ചാണ് ആദ്യം പറയുന്നത്. ഭഗവാന്റെ മുഖം എപ്പോഴും പ്രസന്നമാണ്, പ്രസന്നപൂർണമായിട്ടുള്ള, പുഞ്ചിരിച്ചുകൊണ്ടുള്ള, ഉത്സാഹപൂർണമായിട്ടുള്ള മുഖമാണ്. ആ മുഖം കണ്ടു കഴിഞ്ഞാൽ തന്നെ ഒരു വ്യക്തിയുടെ എല്ലാവിധ ദുഃഖങ്ങളും ഇല്ലാതാകും. പ്രസന്നവദനാംഭോജം, അംബുജം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അംബോജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര പോലെയുള്ള, വിടർന്ന താമര പോലെ വികസിച്ചു നിൽക്കുന്നതാണ് ഭഗവാന്റെ പ്രസന്നമായിട്ടുള്ള മുഖം എന്ന് പറഞ്ഞു. പ്രസന്നവദനാംബോജം ഗർഭാരുണേക്ഷണം. പത്മം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമര, പത്മഗർഭം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ താമരയുടെ ഉൾഭാഗം. പത്മഗർഭം, താമരയുടെ ഉൾഭാഗം. അരുണേക്ഷണം, ആ താമരയുടെ ഉൾഭാഗത്ത് അരുണ നിറത്തിലുള്ള, സ്വർണ്ണ നിറത്തിലുള്ള തിളങ്ങുന്ന ഒരു കർണികയുണ്ട്. താമരയുടെ മധ്യഭാഗം, അതിന് കർണിക എന്നാണ് പറയുന്നത്. ആ കർണിക സ്വർണം പോലെ തിളങ്ങുന്നതാണ്, അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ളതാണ്. ആ സ്വർണം പോലെ തിളങ്ങുന്ന ഇതാണ് ഭഗവാന്റെ വീക്ഷണം, ഭഗവാന്റെ കണ്ണുകൾ. ഇവിടെ എല്ലാം വ്യക്തമായിട്ടുള്ള ഉദാഹരണങ്ങൾ സഹിതം നമ്മൾക്ക് ഭഗവാന്റെ രൂപത്തിനെ കുറിച്ച് പറഞ്ഞു തരുന്നുണ്ട്. താമരയുടെ ഉള്ളിലുള്ള കർണിക പോലെ തിളങ്ങുന്നതാണ് ഭഗവാന്റെ വീക്ഷണം, ഭഗവാന്റെ കണ്ണുകൾ എന്ന് പറയുന്നു. ഭഗവാന്റെ വദനം, ഭഗവാന്റെ മുഖം വിടർന്ന താമര പോലെയുള്ളതാണ്. വിടർന്ന താമര പോലെ വളരെ ഫ്രഷാണ്, വളരെ ഉത്സാഹം നിറഞ്ഞതാണ്, പ്രസന്നമാണ് എന്ന് പറയുന്നു. പ്രസന്നവദനാംബോജം പത്മഗർഭാരുണേക്ഷണം നീലോൽപലദലശ്യാമം. ഭഗവാന്റെ നിറത്തിനെ കുറിച്ചാണ് പറയുന്നത്. ഭഗവാന്റെ നിറം നീലോൽപലം. നീല ഉൽപ്പലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉൽപ്പല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആമ്പലാണ്. ആ നീല നിറത്തിലുള്ള, കരിനീല നിറത്തിലുള്ള ആമ്പൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതാണ് ഭഗവാന്റെ നിറം. ഭഗവാൻ വിഷ്ണു പരമാത്മ രൂപത്തിലുള്ള വിഷ്ണുവിന്റെ നിറം നീലോൽപലദലശ്യാമം. നീലോൽപലദലം എന്ന് പറയുന്നത് ആമ്പലിന്റെ ഇതളുകൾ. കരിനീല നിറത്തിലുള്ള ആമ്പൽ, ആമ്പലിന്റെ നീലനിറമാണ് ഭഗവാന്റെ ശരീരത്തിന്റെ നിറം എന്ന് പറയുന്നു. നീലോൽപലദലശ്യാമം ശംഖചക്ര ഗദാധരം. ചതുർഭുജനായിട്ടുള്ള വിഷ്ണുമൂർത്തിയാണ് യോഗിമാർ ധ്യാനിക്കുന്നത് എന്ന് പറയുന്നു. ശംഖചക്ര ഗദാധരം, ഭഗവാന്റെ 4 കൈകളിലും ചക്രം, ഗദാ, പത്മം, ഇങ്ങനെ 4 ദിവ്യമായിട്ടുള്ള വസ്തുക്കൾ ഉണ്ടായിരിക്കും. ഇതിനെയും നമ്മൾ ധ്യാനിക്കേണ്ടതാണ്. 14ാമത്തെ ശ്ലോകത്തിൽ പറയുന്നു, ലസത് പങ്കജ കിഞ്ചൽക പീത കൗശേയവാസം ശ്രീവത്സ വക്ഷസംഭ്രാജത് കൗസ്തുഭാമുക്തകന്ധരം. ലസത് പങ്കജ കിഞ്ചൽക പീത കൗശേയവാസം. ഭഗവാന്റെ ശരീരം മറച്ചിരിക്കുന്നത്, ഭഗവാൻ ഉടുത്തിരിക്കുന്നത് പീതകൗശേയവാസം. പീതകൗശേയം മഞ്ഞ നിറത്തിലുള്ള പട്ടുകൊണ്ടുള്ള വസ്ത്രമാണ്. ആ പട്ടുവസ്ത്രം വളരെ നേർത്തതാണ് എന്ന് പറയും. എന്തുകൊണ്ടാണ് അത് നേർത്തതായിട്ടുള്ളത്? ലസത് പങ്കജ കിഞ്ചൽക്കം, ആ പങ്കജത്തിന്റെ നാരുകൾ, താമരയുടെ നാരുകൾ
താമരത്തണ്ടിന്റെ നാരുകൾ, നേർത്ത നാരുകൾ കൊണ്ടുള്ള ആ നാരുകൾ കൊണ്ട് നിർമ്മിച്ച പട്ടുവസ്ത്രം, അല്ലെങ്കിൽ അത്രയും നേർത്തതായിട്ടുള്ള നാരുകൾ കൊണ്ട് നിർമ്മിച്ച പട്ടുവസ്ത്രമാണ് മഞ്ഞ നിറത്തിലുള്ള പട്ടുവസ്ത്രം. പീത കൗശേയവാസസമാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത്. പീതാംബരധാരിയായിട്ടുള്ള ഭഗവാനെയാണ് നമ്മൾ ധ്യാനിക്കേണ്ടത്, വിഷ്ണുമൂർത്തിയെയാണ് ധ്യാനിക്കേണ്ടത്. ശ്രീവത്സ വക്ഷസംഭ്രാജത്, ഭഗവാന്റെ വക്ഷസിൽ, ഭഗവാന്റെ മാറിടത്തിൽ ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനമായിട്ടുള്ള ശ്രീവത്സം നമ്മൾക്ക് കാണാൻ സാധിക്കും. ശ്രീവത്സം എന്ന് പറയുന്നത് വെളുത്ത നിറത്തിലുള്ള പ്രത്യേക രോമച്ചുരുളുകളെയാണെന്ന് പറയുന്നുണ്ട്. ഭാവാർത്ഥത്തിൽ ശീലപ്രഭാതർ പറയുന്നുണ്ട്. ആ രോമച്ചുരുളുകളാണ്, ഭഗവാന്റെ വക്ഷസാണ് ലക്ഷ്മി ദേവിയുടെ വാസസ്ഥാനം. അതിനെയാണ് ശ്രീവത്സം എന്ന് പറയുന്നത്. ശ്രീവത്സ വക്ഷസംഭ്രാജൻ കൗസ്തുഭാമുക്ത കന്ധരം, ഭഗവാന്റെ കഴുത്തിൽ പ്രത്യേകതരം ഒരു രത്നം ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. അതിനാണ് കൗസ്തുഭമണി എന്ന് പറയുന്നത്. കൗസ്തുഭമണി, ഭഗവാന്റെ കഴുത്തിൽ മുത്തുകൾ കൊണ്ടുള്ള ധാരാളം മാലയുണ്ട്, പക്ഷെ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രത്നം കഴുത്തിൽ ഭഗവാൻ ധരിച്ചിട്ടുണ്ട്. ആ രത്നത്തിന്റെ പേരാണ് കൗസ്തുഭം എന്ന് പറയുന്നത്. ഭ്രാജത് കൗസ്തുഭാമുക്ത കന്ധരം, ഭഗവാന്റെ കഴുത്തിൽ ഭഗവാൻ കൗസ്തുഭ മണി അണിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. മത്തദ്വിരേപകലയ പരീതം വനമാലയ, ആകർഷകമായ വനപുഷ്പങ്ങളാൽ ഒരുക്കിയ മനോഹരമായ ഒരു ഹാരവും അദ്ദേഹം ധരിച്ചിരിക്കുന്നു. ഫ്രഷായിട്ടുള്ള പുഷ്പങ്ങൾ, വൈകുണ്ഠ ലോകത്തിലുള്ള പുഷ്പങ്ങൾ ഒരിക്കലും വാടുന്നില്ല എന്ന് പറയുന്നു. അവിടെ നിന്ന് സാധാരണ ഭൗതിക ലോകത്ത് നമ്മൾ പുഷ്പങ്ങൾ മരത്തിൽ നിന്ന് പറിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോകും, അല്ലെങ്കിൽ പറിച്ചിട്ടില്ലെങ്കിൽ പോലും ഒരു ദിവസം കഴിഞ്ഞാൽ എല്ലാ പുഷ്പങ്ങളും വാടിപ്പോകും. പക്ഷെ ആത്മീയമായിട്ടുള്ള പുഷ്പങ്ങൾ, വൈകുണ്ഠ ലോകത്തിലുള്ള പുഷ്പങ്ങൾ ഒരിക്കലും വാടാത്തതാണ്. അങ്ങനെ വാടാത്ത ഫ്രഷായിട്ടുള്ള പുഷ്പങ്ങളെ കൊണ്ട് ഭഗവാൻ ഒരു മാല അണിഞ്ഞിട്ടുണ്ട്, വനമാല അണിഞ്ഞിട്ടുണ്ട്. ആ വനമാലയുടെ സുഗന്ധം കൊണ്ട്, ആ വനമാലയ്ക്ക് വളരെയധികം ഉന്മത്തമായിട്ടുള്ള ഗന്ധമുണ്ടെന്ന് പറയും. ആ ഗന്ധത്താൽ ആകർഷിതരായിട്ട് തേനീച്ചകൾ ആ വനമാലയ്ക്ക് ചുറ്റും മൂളിപ്പറക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. അങ്ങനെയുള്ള അത്രയും ഫ്രഷ് ആയിട്ടുള്ള മാലയാണ് ഭഗവാൻ ധരിച്ചിട്ടുള്ളത് എന്നാണ് അതിന്റെ അർത്ഥം. അതുകൂടാതെ അദ്ദേഹം മുത്തുകൊണ്ടുള്ള ഒരു കണ്ഠാഭരണവും പരാർദ്യഹാര വലയം കിരീടാംഗത നൂപുരം, ഭഗവാൻ മറ്റ് വ്യത്യസ്തമായിട്ടുള്ള കണ്ഠാഭരണങ്ങൾ, മുത്തുകൾ കൊണ്ടുള്ള കണ്ഠാഭരണങ്ങൾ, കഴുത്തിൽ മറ്റ് ആഭരണങ്ങളുമുണ്ട്. കിരീടവും രത്നം കൊണ്ടുള്ള രത്നങ്ങൾ പതിപ്പിച്ച സ്വർണ്ണ കിരീടവും, ജോഡിക്കണക്കിന് കരവളകളും, കാപ്പ് എന്ന് പറയുന്നത്. പരാർദ്യഹാര വലയ കിരീട അംഗതം, അംഗതം എന്ന് പറയുന്നത് വീതിയുള്ള വളകളാണ്. സ്വർണം കൊണ്ടുള്ള വീതിയുള്ള വളകൾ ഭഗവാൻ ധരിച്ചിട്ടുണ്ട്, കാപ്പുകൾ ധരിച്ചിട്ടുണ്ട്. കിരീട അംഗത നൂപുരം, ഭഗവാൻ കാൽ ചിലങ്കുകളും സ്വർണം കൊണ്ടുള്ള കാൽ ചിലങ്കകളും അണിഞ്ഞിട്ടുണ്ട് എന്ന് പറയും. ഇത് ഭഗവാന്റെ രൂപത്തിനെ കുറിച്ചുള്ള ധാരണ നമ്മൾക്ക് ലഭിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ആ വിഷ്ണുമൂർത്തിയുടെ, നമ്മൾ ധ്യാനിക്കേണ്ട വിഷ്ണുമൂർത്തിയെ കുറിച്ച് ഭഗവാൻ പറയുകയാണ്. ഇത് യോഗികൾ ധ്യാനിക്കുന്നതാണ് ഈ ശംഖചക്ര ഗദാപത്മങ്ങളോട് കൂടിയിട്ടുള്ള വിഷ്ണുമൂർത്തിയെ. ഭഗവാൻ ശ്രീകൃഷ്ണനെ ആരാധിക്കുന്ന വ്യക്തികൾ ഓൾറെഡി ഭഗവാന്റെ എല്ലാ വിസ്തരണങ്ങളെയും ധ്യാനിക്കുന്നുണ്ട്, അല്ലെ? ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ വിഗ്രഹത്തിനെ ആരാധിക്കുകയും ഭഗവാനെ ധ്യാനിക്കുകയും ചെയ്യുന്ന വ്യക്തികൾ ഭഗവാന്റെ എല്ലാ വിസ്തരണങ്ങളായിട്ടുള്ള വിഷ്ണുമൂർത്തികളെയും ധ്യാനിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭക്തന്മാർ പ്രത്യേകിച്ച് വിഷ്ണുമൂർത്തിയെ ധ്യാനിച്ചിട്ടില്ലെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ട് നടക്കുന്നുണ്ട്. അടുത്ത ശ്ലോകങ്ങളിലും ഭഗവാന്റെ ശാരീരികമായിട്ടുള്ള പ്രത്യേകതകൾ ഭഗവാൻ എടുത്തു പറയുന്നുണ്ട്. അത് നമ്മൾക്ക് അടുത്ത ദിവസം വായിക്കാം, നാമം ജപിക്കാം. അതിനുശേഷം എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഹരേ കൃഷ്ണ. ജയ് ശ്രീകൃഷ്ണ ചൈതന്യ പ്രഭു നിത്യാനന്ദ ശ്രീ അദ്വൈത ഗദാധര ശ്രീവാസദി ഗൗരഭക്തവൃന്ദ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ